അൻവിക കുട്ടി, ഓഡീഷന് വന്നു പോയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ജീവിതത്തിൽ? ഭയങ്കര മാറ്റങ്ങളായിരുന്നു സംഭവിച്ചത്. എന്തൊക്കെയായിരുന്നു അത്? ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ കിട്ടിയത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ അത് അറിഞ്ഞ സമയത്ത് ഞാൻ നിന്നോണ്ടാ കേട്ടിരുന്നത്, അവിടെ ഇരുന്നു പോയി സത്യം. പിന്നെ അതേപോലെ തന്നെ അതിനെക്കാളും സർപ്രൈസിങ് ഉള്ളൊരു കാര്യം ഉണ്ടായി. എന്താ? ഞങ്ങള് ലീവ് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയ സമയത്ത് അവിടെ സ്പോർട്സ് മീറ്റ് നടക്കായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് എല്ലാരും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ പൊന്നാടയൊക്കെ തന്ന് ആദരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൊന്നാട. അതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണേ. പറക്കണ്ടേ? പൂമ്പാറ്റയായിട്ടാണോ? അല്ല, പൂമ്പാറ്റ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇങ്ങനെ വലിയ ആകാശത്തിൽ പറക്കണ്ടേ? അല്ലേ? പറഞ്ഞോ, പറഞ്ഞോ, തുടങ്ങിക്കോ. ഇപ്പോഴോ? പറഞ്ഞു. പാട്ടുപാടിയാണ് പറക്കുന്നത്, മറ്റേ പറക്കാൻ ശ്രമിക്കരുത്. പറക്കോ? ഇല്ല, നമ്മള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പറഞ്ഞേ പറ്റൂ. പറക്കാൻ പറഞ്ഞ അപ്പൊ പറക്കണം. അൻവിക, എങ്ങനെയുണ്ട് ഈ ഫീലിംഗ്? ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു. മിക്സ്ഡ് ഫീലിങ്സ് ആണ് എനിക്ക്. എന്തൊക്കെ ഫീലിംഗ്സ് തോന്നുന്നു മിക്സ്ഡ് എന്ന് പറയുമ്പോ? സന്തോഷം തോന്നുന്നുണ്ട്, കരയാൻ വരുന്നുണ്ട്. എനിക്ക് അവിടെ ഈ ഫ്ലോർ കണ്ടപ്പോ ഭയങ്കര കരച്ചിലൊക്കെ വന്നു. പിന്നെ ഞാൻ കടിച്ചു പിടിച്ചിരിക്കുക. കരച്ചിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തുറന്നു വിടണ്ട നമുക്കതിനെ. അത് വേണമെങ്കിൽ തുറന്നു വിട്ടാ മതി. വേണ്ട. അപ്പൊ ഇനി നമുക്ക് പാട്ടിനെ തുറന്നു വിടാം. ഏതാണ് പാട്ട്? മൗനത്തിന് ഇടനാഴിയിൽ. ഇടനാഴിയിൽ. ഓ, ഷുഗർ കട്ട് എന്താ വായിൽ കിടക്കണേ? എങ്ങനെ ഈ സിദ്ധു എന്നുള്ള പേര് കിട്ടി? അത് അച്ഛനും അമ്മയിട്ട്. അതിനൊരു ഭയങ്കര അർത്ഥമുണ്ട്. എന്തെന്നറിയോ? സിദ്ധിയുള്ള ആൾ സിദ്ധു. സിദ്ധി എന്ന് പറഞ്ഞാൽ അതാണ് ബ്ലെസ്സിങ്. എന്തിന്റെ ബ്ലെസ്സിങ് ആണ്? മ്യൂസിക്കിന്റെ ബ്ലെസ്സിങ് ആണ്, അല്ലേ? സിദ്ധു കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഹോബി ഉണ്ടോ? പാട്ട് പാടുന്ന അല്ലാതെ അങ്ങനെ എന്തോ കേട്ടല്ലോ. ക്രാഫ്റ്റ് ഉണ്ട്. കണ്ട, ക്രാഫ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ആളെയാ നമ്മളിപ്പോ കാണണേ. പാട്ടും ക്രാഫ്റ്റ് ആണ് എന്റെ ഹോബി. എന്ത് ക്രാഫ്റ്റാ ചെയ്യണേ? അത് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കും. ഒറിഗാമി, മറ്റേ ജാപ്പനീസ് പേപ്പർ കൊണ്ട്. അങ്ങനൊന്നല്ല, വേറെ തനതായ ശൈലി. അതെ, സ്വന്തം ശൈലി. നമുക്ക് കാണാൻ പറ്റുമോ എന്തെങ്കിലും? എന്തെങ്കിലും കൊണ്ടുവരുമോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് ഉണ്ട്. എവിടെ? വെരി നൈസ്, വെരി നൈസ്. എല്ലാവരും കണ്ടോ? ഇതാണ് സിദ്ധുക്കുട്ടിയുടെ ക്രാഫ്റ്റ്. സിദ്ധുക്കുട്ടീനെ പോലെ തന്നെ ഇരിക്കുന്നു, ക്യൂട്ടായിരിക്കുന്നു. അമ്മയച്ഛൻ എന്ത് പറയുന്നു? വളരെ സന്തോഷം. 2-3 വർഷമായി ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അപ്പൊ വളരെ 3 വർഷമായിട്ടോ? അതെ, പ്രിപ്പറേഷൻ. അഭിമാനിക്കാം തീർച്ചയായിട്ടും. മക്കളെ, ഏതാണ് പാട്ട്? ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും. അപ്പൊ ഈ പെങ്കിളിയാണോ ഊയലാടാൻ പോകുന്നത്? എല്ലാവർക്കും അറിയാമോ? മധു, എന്താ ക്യാപ്റ്റൻ? എത്ര സ്നേഹിച്ചാണ്, കഷ്ടപ്പെട്ടാണ്, ബുദ്ധിമുട്ടിയാണ് എന്റെ ഈ മകളെ ഞാൻ വളർത്തിയെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല. എത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് മോളെ കഴിക്കൂ 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 എന്ന് പറഞ്ഞ് വളർത്തിയെടുത്താണ് ഈ മീൻകുട്ടിയെ. കഴിക്കില്ലേ അപ്പൊ ഭക്ഷണം? ഇത് വല്ലതും ഓർമ്മയുണ്ടോ? ഓർമ്മയിലേക്ക് കണ്ടോളൂ. അതാ മാമൻ. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ? അപ്പൊ എനിക്ക് മീനുട്ടി എന്ന് പറയുന്നത് ഒരു ബാലഗോപാലിയാണ്. ബാലഗോപാലിക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഗോപാലിക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.